So let's welcome Shanika, Harichetan and Shanku Chetan. പാർവതി അതായത് മലയാളം പഠിച്ചില്ല. അതെ, ഹരി ഒന്ന് പുറകിൽ ഞാൻ സ്റ്റെപ്പ് പഠിച്ചു. മലയാളം പഠിച്ചു. അത് ഹരിക്ക് അങ്ങനെ ഒരു കൺസേൺ ഹരി പറഞ്ഞു നമ്മുടെ അടുത്ത് സ്റ്റേജിന്റെ പുറകിൽ. കുത്തിത്തിരിപ്പുണ്ടാക്കണല്ലേ താഴെ ഹരി നമ്മളോട് ഒരു കാര്യം പറഞ്ഞല്ലേ, ഹരിച്ചേട്ടൻ റൂമിലേക്ക് എന്തിനാണ് നിങ്ങൾ പോയത്? ഹരിച്ചേട്ടന്റെ റൂമിലേക്കൊന്നും ഞാൻ കയറി പോയിട്ടൊന്നും റൂമല്ല, ഞങ്ങൾ എല്ലാരും പുറകിൽ നിൽക്കുമ്പോ ഹരി ഇവിടെ പുറകെ കാരണം ഇപ്പൊ ഈ ഇടയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എല്ലാ ഇത് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഇവള് മലയാളത്തിൽ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇന്നെന്താ പറഞ്ഞത്? ആലാപന ആലാപന മാധുര്യത്തിന്റെയും മാധുര്യത്തിന്റെയും അങ്ങനെയല്ലേ പറഞ്ഞത്? എപ്പിസോഡ് ഒന്നുകൂടി കണ്ടുപോയി അപ്പൊ മനസ്സിലാവും. ആലാപന മാധുര്യത്തിന്റെ ആലാപന അലംബന പറയട്ടെ, ആലാപന മാധുര്യത്തിന്റെയും മധു. നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മലയാളത്തിലൊരു റിയാലിറ്റി ഷോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആങ്കറും ഇതൊരു കവി വന്നിട്ട് ഇങ്ങനെ പറയുന്ന മലയാളം എന്താ? അവതാരിക. ഓക്കെ, അവതാരിക, അവതാരകൻ. ദേ നിക്കുന്നു ആ ക്യാമറാമാൻ ചേട്ടനില്ലേ തൊട്ടപ്പുറത്ത്? ക്യാമറമാൻ എന്താ പറയാ? ക്യാമറാമാൻ മലയാളം സാബുമോനൊന്നും പറയല്ല, പുറകിലിരിക്കുന്ന ആളുടെ പേരല്ല. ക്യാമറമാൻ എന്താ പറയാ? നമ്മൾ ഈ പിന്നെ സിനിമ വരുമ്പോൾ അതിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ ഓർമ്മ. ക്യാമറമാൻ മലയാളം വായിക്കാൻ അറിയോ? എന്താ? അത് മഹേഷ് ചേട്ടനാണ്. സാബുമോൻ പറയല്ലേ. ഈ ക്യാമറാമാന്റെ മലയാളം എന്താന്ന് ഞാൻ പറയാം. പറഞ്ഞോ. ക്യാമറാമാന്റെ മലയാളം ക്യാമറാമാൻ അല്ലേ? മണ്ടത്തരം പറയുന്നു. ഞാൻ പറയാം, പക്ഷെ അതുപോലെ പറയൂ. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. പറഞ്ഞു കൊടുക്ക. മലയാളം ക്ലാസ് 101 നമുക്ക് തുടങ്ങാം. ഇതോടെ പണി പൂട്ടും തോന്നണ്. ഛായാഗ്രാഹകൻ. ഓ, അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഈ ഛായ എന്ന് പറയുമ്പോ മേക്കപ്പ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഒന്നുകൂടെ പറഞ്ഞേ. ഛായാഗ്രാഹകൻ. ഛായാഗ്രാഹകൻ. ഷാനിക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെയല്ലേ പറഞ്ഞത്? നീ പറഞ്ഞത് ഛായാഗ്രാഹകൻ. അടിപൊളി. ഒന്നുകൂടി പറഞ്ഞേ. ഛായാഗ്രാഹകൻ. ഇത്ര നേരം പറഞ്ഞ ചായ എന്നാ. എടാ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് മലയാളം പറയുമ്പോ. നമ്മള് മലയാളത്തിന്റെ വാക്കുകള്, അക്ഷരം, ഭാഷ അല്ലേ? അതെ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വര. ഡിക്ഷൻ വെച്ച് പിടിക്കല്ലേ മൊത്തം. നീ തീർന്നടി. ഡിക്ഷൻ വെച്ച് ഒരു പണി ഞാൻ തരുന്നുണ്ട്. എന്നെ നീ ആക്ഷൻ വെച്ച് പിടിച്ചല്ലേ, ഞാൻ ഡിക്ഷൻ വെച്ച് പിടിക്കട്ടെ. ക്യാമറാമാൻ കഴിഞ്ഞു. നാളെ നമ്മുടെ തലയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. കറക്റ്റ്. ഫിലിം എഡിറ്റർ. എഡിറ്റർ. പറഞ്ഞോ. എഡിറ്റർ. അതിന്റെ മലയാളം എഡിറ്റർ എന്ന് പറയാല്ല, അതിന്റെ മലയാളം പറയാൻ. ഇതൊക്കെ എന്തൊരു പാടല്ലേ. ഡയറക്ടറിന്റെ പറയട്ടെ ഞാൻ. എന്നാ പറഞ്ഞോ. സംവിധായകൻ. ഒന്നുകൂടി പറഞ്ഞു. അവളിനി സന്ധിവായകൻ എന്ന് വല്ലതും പറയുമോ? ഇല്ല, അതും തെറ്റിച്ചാ. സംവിധായകൻ. ഒന്നുകൂടി പറ. സംവിധായകൻ. മൂന്നാമത്തെ സംവിധായകൻ. 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 ഇപ്പൊ ദായായി. എടാ, വൻ സീനാണ്. മൊത്തം കൈ നോയിരിക്കുക. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ഫിലിം എഡിറ്റർ. ഞാനൊരു തുടക്കം വിട്ടുതരാം. ചിത്ര. ബാക്കി ഫില്ല് ചെയ്തോ. എനിക്കറിയില്ലായിരുന്നു. ചിത്ര ചേച്ചി എന്നൊന്നും പറയല്ലേ. ചിത്ര ചേച്ചി എന്ന് പറയരുത് കേട്ടോ. എഡിറ്റർ അല്ലേ? ഫിലിം എഡിറ്റർ. ഫിലിമിന്റെ ചിത്ര വന്നിട്ടുണ്ട്. പറഞ്ഞോ. അതന്നെ പറഞ്ഞോ. അങ്ങോട്ട് നോക്കി കടിച്ചിട്ട് എന്താക്കാൻ? അവരോടാണ് പിള്ളേരതാണോ ചോദിക്കുന്നത്? ഹരിച്ചേട്ടൻ അറിയില്ലല്ലോ. എനിക്കറിയാം. അറിയില്ലെന്ന് പോട്ടെ. ചിത്ര സംവിധായകൻ. പൊളിച്ചു മോളെ. ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. എഡിറ്ററിന് എന്താ നമ്മൾ എഡിറ്റർ എന്നല്ലേ എഴുതാ? അതെ, അത് ഇംഗ്ലീഷ് അല്ലേ? മലയാളം എന്താ? അതായത് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിൽ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്നവരുടെ മലയാളം അറിയില്ല. അപ്പൊ ഇത് നിങ്ങൾ എഡിറ്റർമാര് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്ക്.
എഡിറ്റർ തന്നെയാണ് എഴുതി കാണിക്കാറ്. ആണോ? അല്ല, ചിത്രസംയോ. അതെ, ചിത്ര അവന്മാരെ സംയോ. എത്തിച്ചിട്ടുണ്ട്. സംയോ എനിക്ക് പേടിയാവുന്നു, വേറെന്തെങ്കിലും ആയി പോയാലും ഇനി പറയുന്നേ. ധൈര്യമായിട്ട് പറഞ്ഞു. പൊട്ടത്തരം ഇത്ര നാൾ കേട്ടില്ലേ? ചിത്ര സംയോ. ചിത്ര സംയോ ബ്രോ. സംയോജകൻ. ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞോ. ഇത് അവിടെ എവിടെയോ നോക്കി പറഞ്ഞു. ഇല്ലില്ല, അതെ 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 അതെ. എന്തായാലും അല്ല, കൺ ഒന്ന് പറഞ്ഞ് വെക്കണം. കേക്കട്ടെ. ചിത്ര സംയോജകൻ. സംയോജകൻ. ഈ കാ ഗ ഖ ഇതൊക്കെ ഞാൻ കായ്ക്ക് വരെ ഘായാണോ പറയുന്നേ? പലപ്പോഴും ഒരു കാര്യം ഉണ്ട്. നമ്മള് ആ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് നമ്മള് അതെ. അറിയുന്ന ഒരു വാക്കിന്റെ മലയാളം അവള് പറഞ്ഞില്ലെങ്കിൽ അവള് സ്കൂളിൽ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പെട്ടു. വളരെ സിമ്പിൾ. വേണ്ട ഷാനിക്ക. സ്വിച്ചിന്റെ മലയാളം എന്താ? വളരെ സിമ്പിളാ. വളരെ സിമ്പിൾ ആണ്. ഇത് അവർക്കൊക്കെ അറിയാം. സ്വിച്ച്. നിങ്ങൾക്ക് സ്വിച്ചിന്റെ മലയാളം അറിയോ? ആർക്കറിയാം? അതെ, നോക്കട്ടെ, ഇവള് പറയില്ലേ പറഞ്ഞു. ദേവാങ്കിക്ക് അറിയുന്നാണ്. അറിയാം അറിയാം. അത് പറയില്ല പറയില്ല. പറയല്ലേ പറയല്ലേ പറയല്ലേ. ലൈഫ് ലൈനിലേക്ക് വരാം. സതീഷേട്ടാ ഇന്നിയറിൽ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു തരുമല്ലോ, ഇതൊക്കെ എന്താ പറഞ്ഞു തരാത്ത? പുള്ളി കൺവിൻസിങ് സ്റ്റാർ ആണ്. സ്വിച്ചിനെ ധൈര്യമായിട്ടിരുന്നോ? ഞാൻ പറഞ്ഞുതരാം. സ്വിച്ച്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചേ. പിന്നെ ഞങ്ങളും അതൊക്കെ തന്നെ പഠിച്ചത്. പോട്ടെ. അല്ല, ഒന്ന് വൈദ്യുതി ബോർഡ്. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് പോയ നമ്മുടെ പണി തുടങ്ങാൻ. എന്താ പറയുന്നേ? സ്വിച്ചിന് എന്താ പറയണേ? വൈദ്യുതി. ദേവാങ്കി പറഞ്ഞു. പറഞ്ഞു. ദേവാങ്കി പറ. വിദ്യുച്ഛ ഗമനാഗമന നിയന്ത്രണ യന്ത്രം. കറക്റ്റ്. എനിക്കൊക്കെ അറിയായിരുന്നത്. ഞാൻ പഠിച്ചതും ഇത് വിദ്യുത് ശക്തി എന്ന് പറയും, അല്ലെങ്കിൽ വൈദ്യുത ഗമന ആഗമന നിയന്ത്രണ യന്ത്രം. ഓ അതെനിക്ക് അറിയില്ലായിരുന്നു. വൈദ്യുതി കറണ്ട്, ആ ഗമനം വരവ്, വരവ്, ആഗമനം പോക്ക്, ആ അത് കൺട്രോൾ ചെയ്യാ നിയന്ത്രണം, ആ അത് നിയന്ത്രിക്കുന്ന യന്ത്രം. വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം. വളരെ സിമ്പിൾ അല്ലേ? അതെ അതെ അറിയില്ലായിരുന്നു. അതെ. ഇനി അത് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കിനി സതീഷ് ഭായിയെ വേറൊരു ആങ്കർ വെച്ച് ഇതാക്കാൻ വേണ്ടി ഒന്ന് കൺവിൻസ് ചെയ്യണം. മിക്കറും പണി അല്ല ശരി. നമ്മൾ പോവാം. ബൈ ബൈ. ഓക്കെ. ആ വാക്ക് പറഞ്ഞ് നമ്മള് നിർത്തി. ഹരിച്ചേട്ടൻ.